രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന നേതാവായിരുന്നു VS എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വരുന്ന തലമുറയ്ക്ക് VS പ്രചോദനമാണെന്നും ആർലേക്കർ കൂട്ടിച്ചേർത്തു. അതേസമയം കേരളത്തിന് നഷ്ടമായത് ഒരു ജനകീയ നേതാവിനെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. VS അച്യുതാനന്ദനെ പ്രമുഖർ അനുസ്മരിക്കുകയാണ്. He was loved and revered and respected by everybody. That was his greatness. Such persons are very rare nowadays. We want and we will be remembering him very fondly every time. I pay my tributes to him. ഞാൻ ഇന്നലെയും ഇന്നും പറഞ്ഞു ഒരു നല്ലൊരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഒരു ജനകീയ ലീഡറായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നും പറയുന്നു, ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ, ഒരു സ്റ്റേറ്റ്സ്മാൻ പൊളിറ്റിക്സിൻ്റെ ലാസ്റ്റ് ഒരു ജനറേഷൻ ഒരു ലീഡറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മകനെ കണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് സുഖമുണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓൺട്രപ്രണറിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് മുട്ടിയിരുന്നു. വളരെ ഒരു ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു ഇൻസ്പയറിംഗ് ലീഡറായിട്ട് അന്ന് കണ്ടു, ഇന്ന് കാണുന്നു. ഇതെല്ലാം കേരളത്തിനൊരു വലിയൊരു ലോസാണ്, രാഷ്ട്രത്തിന് വലിയൊരു ലോസാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ അന്തരിച്ച ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദൻ, മുൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഒരു മാതൃകാ വ്യക്തിത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേരളം എന്നും സ്മരിക്കും. പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ ഗുണകരമായ ഉയർച്ചയ്ക്ക് ഉതകുന്ന ഒട്ടനേകം സമരപരിപാടികളിലും സേവന കാര്യങ്ങളിലും ഭരണ നിർവഹണ രംഗത്തൂടെ അങ്ങനെയും സമൂഹത്തിന് നന്മ ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും സ്മരിക്കാവുന്ന മഹത്തായൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരും അവരവർ സ്വീകരിക്കുന്ന ആശയത്തിനനുസരിച്ച് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നതാണല്ലോ നമ്മുടെ രീതി. ആ നിലയ്ക്ക് അദ്ദേഹം സ്വീകരിച്ച പ്രസ്ഥാനത്തിനും ആശയത്തിനും വേണ്ടി അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച ആളുകൂടിയാണ് VS അച്യുതാനന്ദൻ എന്നതുകൊണ്ട് ചിരസ്മരണീയനാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായൊരു പോരാളിയായിരുന്നു VS. അതായത് നമ്മൾ എടുത്തു പറയാനും നമ്മൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. എന്നുവെച്ചാൽ ഇത്രയും സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ പല പ്രാവശ്യം അദ്ദേഹമായിട്ട് കാണേണ്ട അവസരങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് കുടുംബമായിട്ടും വളരെ അടുപ്പമാണ് എനിക്ക്. നമ്മൾ ആ പാർട്ടിയിലെ ആളല്ലെങ്കിൽ കൂടിയും ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് VS അച്യുതാനന്ദൻ. അരുൺ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, VS അരുൺ. അപ്പോൾ അരുണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്ക് നമ്മുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം അത് സാധിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ഒരാൾ, വളരെ സിമ്പിളായിരുന്നു. അതായത് ഒത്തിരി സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. പുന്നപ്പുറ വയലാറ് മുതൽ ഇങ്ങ് പ്ലാച്ചിമടയും അത് കഴിഞ്ഞിട്ട് ആറന്മുള പോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മുൻപന്തിയിൽ നിന്ന് പോരാട്ടം നയിച്ച ആളാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം അത്ര നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അദ്ദേഹം വളരെ സിമ്പിളായിട്ടും ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് ഇപ്പം നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വളരെ താഴെ ഇറങ്ങി എല്ലാ ജനങ്ങളെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോയ ഒരു ശക്തനായ ഒരു പോരാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഒരു തീരാ നഷ്ടമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ലാതെ ആ നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന, കൃത്യമായിട്ടുള്ള നിലപാടുകൾ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ജനകീയ മുഖമാണ്
വി എസിൻ്റെ നിര്യാണത്തോടുകൂടി നഷ്ടമാകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വളരെ നല്ല സ്വഭാവമുള്ള ആളാണ്, പഴയ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ളൊരു മാതൃകാവായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആൾ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടം തന്നെയാണ്. സൗഹൃദങ്ങൾ, പത്രങ്ങളായിട്ടുള്ള സൗഹൃദം. ഇവിടെയും വീട്ടിൽ പോയി കണ്ടിരുന്നു. അതിനുമായി ആ സ്നേഹവും ബന്ധവും ആത്മാർത്ഥവും എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവും തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു. വല്ലാത്ത ഒരു പ്രയാസവും ദുഃഖവും ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു VS. ജീവിതകാലം മുഴുവൻ തന്നെ നിസ്സവർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും സമൂഹത്തിനാകെ വലിയ ദുഃഖവും പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാന കൺവീനറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് നമ്മുടെ നിയമസഭയിലേക്ക് അദ്ദേഹം നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. 2006 മുഖ്യമന്ത്രിയായി, 2011 വീണ്ടും പ്രതിപക്ഷ നേതാവായി. ഈ 3 ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കേറെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പ് ഞാൻ ശിരസ് നമിക്കുക. യുഗം അവസാനിച്ചിരിക്കുകയാണ്. പോരാട്ടത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു യുഗം അവസാനിച്ചു. VS എന്ന പോരാളി ഇനിയില്ല എന്നുള്ള ഒരു സത്യം അംഗീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഖാവ്. TP ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ VS, കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ VS. ആ VS തീർച്ചയായിട്ടും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ഇനിയും ജീവിക്കും. VSന്റെ ഭൗതികമായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. VSന്റെ ആശയങ്ങൾ, VSന്റെ പോരാട്ടങ്ങൾ ഇനിയും ഈ കേരളത്തിലുണ്ടാകും.